ഇവിടെ കാണുന്ന ഈ ഒരു മോഡേൺ ഫ്ലോർ ലാമ്പ് 3ds Maxൽ മോഡൽ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ടൈം വേണം? 3ds Maxലെ ഒരു സിമ്പിൾ സിലിണ്ടർ, ബെൻഡ് മോഡിഫയർ, പിന്നെ ബേസിക് എഡിറ്റബിൾ പോളി ടൂൾസും യൂസ് ചെയ്ത് ഏതാനും മിനിറ്റ്സുകൾക്കുള്ളിലാണ് ഇത് മോഡൽ ചെയ്തത്. 3ds Max ബിഗിനർ സീരീസിന്റെ പാർട്ട് 9ൽ ഈ മോഡേൺ ഫ്ലോർ ലാമ്പ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെ മോഡൽ ചെയ്യാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എച്ച് മീഡിയ. അപ്പോൾ താമസിയാതെ നമ്മുടെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഫ്ലോർ ലാമ്പിന്റെ ബേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനായി ഒരു സിലിണ്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഈ ഒരു സിലിണ്ടറിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. ഈ ഒരു ഫ്ലോർ ലാമ്പ് മോഡൽ ചെയ്യാനായി മില്ലിമീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂണിറ്റ് സെറ്റപ്പിനെ കുറിച്ചെല്ലാം ഈ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഞാൻ ഇതിന്റെ റേഡിയസിൽ 300 മില്ലിമീറ്റർ ആണ് സെറ്റ് ചെയ്യുന്നത്. ഹൈറ്റ് 30 മില്ലിമീറ്റർ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ സൈഡ്സ് 18 ആണ് ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. ഞാനൊരു 50 സൈഡ്സ് ഇതിനെ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു സിലിണ്ടർ പ്രോപ്പർ റൗണ്ടായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഹൈറ്റ് സെഗ്മെന്റ് നമുക്ക് ഇതിൽ നിന്നും ഒഴിവാക്കാം. അങ്ങനെ ഒരു മോഡേൺ ഫ്ലോർ ലാമ്പിന്റെ ബേസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു ഫ്ലോർ ലാമ്പിന്റെ മെയിൻ പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഈ ഒരു സിലിണ്ടറിന്റെ കോപ്പി തന്നെയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഫ്രണ്ട് വ്യൂയിലേക്ക് വരാം. 2.5 സ്നാപ്പ് എനേബിൾ ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു കോപ്പി ഈ ഒരു സിലിണ്ടറിന്റെ മുകളിൽ ഇതുപോലെ പ്ലേസ് ചെയ്യാം. പെർസ്പെക്റ്റീവ് വ്യൂയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഞാൻ ഈ ഒരു പോളിന്റെ റേഡിയസ് 12 മില്ലിമീറ്റർ ആണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതിന്റെ ഹൈറ്റിൽ 2400 ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിതുപോലെ ഈ ഒരു പോൾ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സിലിണ്ടറിനെ ബെൻഡ് ചെയ്യുന്നതിനായി മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ബെൻഡ് മോഡിഫയർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ബെൻഡ് മോഡിഫയർ യൂസ് ചെയ്യുന്നതിന് മുൻപേ പ്രോപ്പറായി നമുക്ക് ഈ ഒരു സിലിണ്ടറിനെ ബെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റ് സെഗ്മെന്റ് ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. കീബോർഡിൽ F4 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിന്റെ സെഗ്മെന്റ്സ് ഇതുപോലെ വ്യൂ പോർട്ടിൽ കാണാവുന്നതാണ്. ഇവിടെ ഹൈറ്റ് സെഗ്മെന്റ്സിൽ ഞാനൊരു 100 സെഗ്മെന്റ്സ് സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ ഒരു സിലിണ്ടർ സെലക്ട് ചെയ്ത് മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ബെൻഡ് മോഡിഫയർ നമുക്ക് ഇതിലേക്ക് അസൈൻ ചെയ്യാം. ബെൻഡ് മോഡിഫയറിന്റെ പാരാമീറ്ററിൽ ആംഗിൾ, ഡിറക്ഷൻ, ആക്സിസ്, ലിമിറ്റ്സ് എന്നിങ്ങനെയുള്ള സെറ്റിംഗ്സ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ബെൻഡ് ആക്സിസ് Z സെലക്ട് ചെയ്ത ശേഷം ആംഗിളിൽ നമുക്ക് 360 ഡിഗ്രി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സിലിണ്ടർ ഒരു സർക്കിൾ പോലെ ബെൻഡായി ലഭിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ആവശ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോളിന്റെ ടോപ്പ് പോർഷൻ മാത്രമാണ് നമുക്ക് ബെൻഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബെൻഡിനെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു ആംഗിളിൽ 0 സെറ്റ് ചെയ്യാം. അതിനുശേഷം ലിമിറ്റ് എഫക്റ്റ് എന്ന ഈ ഒരു സെക്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. ഇവിടെ അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് എന്നീ 2 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നമുക്ക് എവിടേക്കാണോ ഈ ഒരു ബെൻഡിനെ ലിമിറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇവിടെ വാല്യൂ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ബെൻഡ് മോഡിഫയറിന്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും സെന്റർ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് ഇതുപോലെ പ്ലേസ് ചെയ്യാവുന്നതാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ബെൻഡിന്റെ സെന്റർ കറക്റ്റ് സൈസിൽ സെറ്റ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു ട്രാൻസ്ഫോം ടൈപ്പിൽ Z ആക്സിസിൽ നമുക്ക് വേണ്ട വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ 1500 ആണ് സെറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ ഒരു ബെൻഡ് മോഡിഫയറിന്റെ സെന്റർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലിമിറ്റ് എഫക്റ്റിലേക്ക് തിരിച്ചു വരാം. ഇവിടെ അപ്പർ ലിമിറ്റിൽ നമുക്ക് വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഞാൻ ഈ ഒരു വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ലിമിറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ആകുന്നതായി കാണാവുന്നതാണ്. പ്രോപ്പറായി ഇതിനെ ബെൻഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു സിലിണ്ടറിന്റെ ടോപ്പിലേക്ക് ഈ ഒരു അപ്പർ ലിമിറ്റ് ഇതുപോലെ ഇൻക്രീസ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ആംഗിളിൽ 180 സെറ്റ് ചെയ്യാം. ഇവിടെ വളരെ സിമ്പിളായി നമ്മുടെ സിലിണ്ടർ ഇതുപോലെ ബെൻഡ് ആയതായി കാണാവുന്നതാണ്. ഈ ഒരു ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ആയി കാണുന്നത് ഈ ഒരു ബെൻഡ് മോഡിഫയർ ആണ്. നമ്മൾ ഈ ഒരു സിലിണ്ടറിന്റെ ഹൈറ്റ് സെഗ്മെന്റ്സിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ സ്മൂത്തായി നമുക്ക് ഈ ഒരു ബെൻഡ് ലഭിച്ചത്. ഈ സിലിണ്ടറിന്റെ ഹൈറ്റ് സെഗ്മെന്റ് നമ്മൾ ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇതിന്റെ സ്മൂത്ത്നെസ്സും റെഡ്യൂസ് ആകുന്നതായി കാണാവുന്നതാണ്. നമുക്കിതിന്റെ ഹൈറ്റ് സെഗ്മെന്റ് പഴയതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാം. അതിനെ നമ്മളൊരു ബേസിക് ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ടോപ്പ് വ്യൂവിൽ ഇതിന്റെ പൊസിഷൻ നമുക്ക് മൂവ് ചെയ്ത് ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഇനി അടുത്തതായി ലാമ്പിന്റെ ഹെഡ് മോഡൽ ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു സിലിണ്ടറിന്റെ തന്നെ കോപ്പി എടുക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നമുക്ക് ഈ ഒരു സിലിണ്ടറിനെ മൂവ് ചെയ്യാം. ക്ലോൺ ഓപ്ഷനിൽ കോപ്പി സെലക്ട് ചെയ്ത ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ ഒരു കോപ്പി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ബെൻഡ് മോഡിഫയറിനെ റിമൂവ് മോഡിഫയർ ഫ്രം ദ സ്റ്റാക്ക് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി സിലിണ്ടറിന്റെ സൈസ് നമുക്ക് മോഡിഫൈ ചെയ്യാം.
സിലിണ്ടറിന്റെ ഹൈറ്റിൽ 150 മില്ലിമീറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന്റെ റേഡിയസിൽ 50 മില്ലിമീറ്റർ ആണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഈ ഒരു സിലിണ്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു ലാമ്പ് ഹെഡിന് ഒരു റൊട്ടേറ്റബിൾ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്കൊരു ജിയോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം. 12 മില്ലിമീറ്റർ ആണ് ഈ ജിയോസ്ഫിയറിന്റെ റേഡിയസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ ഒരു സിലിണ്ടറിനെ കറക്റ്റായി പ്ലേസ് ചെയ്യാം. ഇനി ഒരു ലാമ്പിന്റെ ഹെഡ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലാമ്പ് ഹെഡിന് ഇവിടെ ഹൈറ്റ് സെഗ്മെന്റ് ആവശ്യമില്ല. നേരത്തെ നമ്മൾ ബെൻഡ് മോഡിഫയർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഹൈറ്റ് സെഗ്മെന്റ് ഇൻക്രീസ് ചെയ്തിരുന്നത്. നമുക്ക് ഈ ഒരു ലാമ്പ് ഹെഡിന്റെ ഹൈറ്റ് സെഗ്മെന്റ് ഇവിടെ കാണുന്ന ഈ ഒരു സ്പിന്നറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിതിന്റെ മിനിമം വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യാം. ഫ്ലോർ ലാമ്പിന്റെ ബേസിക് ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിനായി നമുക്ക് എഡിറ്റബിൾ പോളിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. ആദ്യമായി നമുക്ക് ഇതിന്റെ ബേസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു ബേസ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയായി സെറ്റ് ചെയ്യാം. ഒരു ചെറിയ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആണ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്യുന്നത്. അതിനായി ഇവിടെ നിന്നും പോളിഗൺ സെലക്ട് ചെയ്ത് എഡിറ്റ് പോളിഗൺസിൽ നിന്നും ഇൻസെറ്റിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഞാനൊരു 10 മില്ലിമീറ്റർ ആണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. 10 മില്ലിമീറ്റർ ഈ സിലിണ്ടറിൽ ഇൻസെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇൻസെറ്റ് ചെയ്ത ഈ ഒരു പോളിഗൺ 10 മില്ലിമീറ്റർ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് 10 മില്ലിമീറ്റർ എക്സ്ട്രൂഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ സ്റ്റെപ്പ് ഡീറ്റെയിൽ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ എഡ്ജിനെ കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിനായി ഈ ഒരു പോളിഗൺ സെലക്ഷൻ നമുക്ക് എഡ്ജിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതിനായി കൺട്രോൾ ഹോൾഡ് ചെയ്ത് എഡിറ്റബിൾ പോളിയുടെ സെലക്ഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ ഇവിടെ കാണുന്ന ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പോളിഗൺ സെലക്ഷൻ ഇവിടെ എഡ്ജിലേക്ക് കൺവേർട്ട് ആയിരിക്കുകയാണ്. ഇനി ഈ സെലക്ഷൻ ചെയ്ത ഏരിയയിൽ ചാംഫറിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിന്റെ ചാംഫർ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. 3 മില്ലിമീറ്റർ ആണ് ഞാൻ ഇതിൽ ചാംഫർ ചെയ്യുന്നത്. ചാംഫർ ചെയ്ത ഏരിയ കൂടുതൽ സ്മൂത്തായി റൗണ്ടായി ലഭിക്കുന്നതിനായി നമുക്ക് ഇതിന്റെ സെഗ്മെന്റ്സ് ഇവിടെ നിന്നും ഇൻക്രീസ് ചെയ്യാം. സെഗ്മെന്റ്സിലും 3 സെഗ്മെന്റ്സ് ആണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു എഡ്ജിനെയും നമുക്ക് കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിനായി ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്ത ശേഷം ലൂപ്പ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ഈ ഒരു എൻറ്റയർ സെഗ്മെന്റ്സ് ലൂപ്പായി സെലക്ട് ആയിരിക്കുകയാണ്. ഇനി എഡിറ്റ് എഡ്ജസിൽ ചാംഫറിന്റെ സെറ്റിംഗ്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ചാംഫർ ചെയ്ത ആ ഒരു സെയിം സെറ്റിംഗ്സ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഫ്ലോർ ലാമ്പിന്റെ ബേസിനെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ലാമ്പ് ഹെഡ് ആണ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ടത്. ഈ ഒരു ലാമ്പ് ഹെഡ് സെലക്ട് ചെയ്യാം. ഇതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളിയാക്കി മാറ്റാം. ഈ ഒരു പോളിഗൺ ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെയും നമുക്ക് പോളിഗൺ ഇൻസെറ്റ് ചെയ്യേണ്ടതാണ്. എഡിറ്റ് പോളിഗൺസിൽ നിന്നും ഇൻസെറ്റിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. ഒരു 3 മില്ലിമീറ്റർ ആണ് നമ്മൾ ഇതിൽ ഇൻസെറ്റ് ചെയ്യുന്നത്. ഓക്കെ പ്രസ് ചെയ്യാം. ഇനി ഇതിനെ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ഒരു എക്സ്ട്രൂഡിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. -120 മില്ലിമീറ്ററിൽ ഇതിനെ നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഈ ഒരു സിലിണ്ടറിനെ ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ഒരു എഡ്ജസിനെയും സ്മൂത്ത് ചെയ്യാം. അതിനായി ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്നും ലൂപ്പ് ക്ലിക്ക് ചെയ്യാം. വീണ്ടും കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇതിന്റെ ഉള്ളിലെ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്ത് ലൂപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലാമ്പ് ഹെഡിന്റെ 2 എഡ്ജസും ഇതുപോലെ സെലക്ട് ആവുന്നതായി കാണാവുന്നതാണ്. ഇനി ചാംഫറിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഇതിനെ ചാംഫർ ചെയ്യാവുന്നതാണ്. ചെറിയൊരു സ്മൂത്ത്നെസ് ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് 0.5 മില്ലിമീറ്ററിലാണ് നമ്മൾ ഇതിനെ ചാംഫർ ചെയ്യുന്നത്. ആ ചാംഫർ ചെയ്ത ഏരിയ കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിനായി നമുക്ക് ഇതിന്റെ സെഗ്മെന്റ്സ് ഇൻക്രീസ് ചെയ്യാം. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ഇതുപോലെ നമ്മൾ ഇതിന്റെ എഡ്ജ് സ്മൂത്ത് ആക്കിയിരിക്കുകയാണ്. ഇനി ഒരു ടോപ്പ് പോർഷനിലും ഇതേപോലെ നമുക്ക് ചാംഫർ ചെയ്ത് ഈ എഡ്ജിനെ സ്മൂത്ത് ആക്കണം. പക്ഷെ നമ്മളിവിടെ എഡ്ജ് സെലക്ട് ചെയ്ത് ലൂപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ലൂപ്പ് ലഭിക്കില്ല. ഈ സിലിണ്ടറിന്റെ ടോപ്പ് സൈഡിൽ അതിന്റെ സെഗ്മെന്റ്സിന് പ്രോപ്പർ ജോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ലൂപ്പ് ലഭിക്കാത്തത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ്സിനെ സെലക്ട് ചെയ്യുന്നതിനായി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം ഇവിടുത്തെ പോളിഗൺ സെലക്ട് ചെയ്യാം. ഈ ഒരു പോളിഗൺ സെലക്ഷൻ നമുക്ക് എഡ്ജസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനായി സെലക്ഷൻ എന്ന ഈ ഒരു സെക്ഷനിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് എഡ്ജിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു സെലക്ഷൻ ഇതുപോലെ കൺവേർട്ട് ആയതായി കാണാവുന്നതാണ്. ഇനി ചാംഫറിന്റെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് ആ സെയിം അളവിൽ തന്നെ ചാംഫർ ചെയ്യാം. അങ്ങനെ വളരെ സിമ്പിൾ മോഡലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു മോഡേൺ ഫ്ലോർ ലാമ്പ് ഇവിടെ മോഡൽ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ മോഡൽ ചെയ്യുന്നതിലൂടെ മോഡലിംഗ് സ്കിൽസ് വളരെ വേഗത്തിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക.
ബിഗിനർ സീരീസിന്റെ അടുത്ത പാർട്ടിൽ കൂടുതൽ മോഡലിംഗ് ടെക്നിക്സുമായി അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. 3D വിഷ്വലൈസേഷൻ സീരിയസ് ആയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ലൈവ് കോഴ്സുകൾ എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. ബെറ്റർ റെൻഡർ ക്വാളിറ്റിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, 3D വിഷ്വലൈസേഷനിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഓൺലൈനിൽ ലൈവ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കോഴ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.